നിഷ, അവർ നുണേഷൻ എന്ന് വിളിച്ചാൽ നുണറായി എന്ന് വിളിക്കാനുള്ള ജനാധിപത്യ അവകാശം കേരളത്തിൽ ആർക്കുമുണ്ട്, ഏത് സാധാരണക്കാരനുമുണ്ട്. ആ വിളി കേൾക്കാൻ തയ്യാറാണെങ്കിൽ അവർ വിളിച്ചോട്ടെ. പിന്നെ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ഏറ്റവും വലിയ നുണകൾ പറയുന്നതെന്ന്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അവർ UDF പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ, വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു കാലത്തും ബന്ധമില്ലെന്ന് പറഞ്ഞത് പിണറായി വിജയൻ. അതുപോലെ PDPയുമായി ബന്ധത്തെക്കുറിച്ചും സമാനമായ ആക്ഷേപം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇത് അവരുടെ പദ്ധതിയാണ് എന്ന് അവർ പറഞ്ഞു. ഇതേ പിണറായി വിജയനൊക്കെ പണ്ട് 5000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞത് ഇവർ തന്നെ. ADB വായ്പയെ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞത്, വിദേശ നിക്ഷേപത്തെ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞത്. ലൈഫ് മിഷൻ ഫ്ലാറ്റ് അഴിമതിയിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ടുള്ള ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ പോയപ്പോൾ കൈകൾ ശുദ്ധമാണെന്നുള്ള കള്ളം പറഞ്ഞത്. അതുപോലെ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നിരവധി തവണ നുണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം, നമ്മുടെ ഓർമ്മകൾ പോലും മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യമാണ്. കാരണം സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് പുതിയ പരസ്യങ്ങളും പുതിയ PR തട്ടിപ്പുകൾ ഇറക്കുമ്പോൾ ജനങ്ങൾ ഓരോന്നും മറക്കും. പുതിയത് വരുമ്പോൾ രാവിലത്തെ പത്രവാർത്ത മറ്റൊരു പത്രം വരുമ്പോൾ മറക്കുന്നത് പോലെ, ചാനൽ വാർത്ത മറ്റൊരു വാർത്ത വരുമ്പോൾ മറക്കുന്നത് പോലെ, പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം ആളുകളുടെ ഓർമ്മയ്ക്ക് വലിയ ആയുസില്ല, അതുകൊണ്ട് എന്ത് തട്ടിപ്പും നടത്താമെന്ന്. ഓർമ്മകൾ പോലും മോഷ്ടിക്കപ്പെട്ട ഒരു ജനതയുടെ മുമ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എല്ലാ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ വോട്ടർമാരല്ലാത്തവരും കൂടി പരിശോധിച്ചോട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരാണെന്ന്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ 657 കോടി രൂപയാണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖം മിനുക്കാനായിട്ട് ചെലവഴിച്ചത്. ഒരു ലൈഫ് മിഷനിൽ വീട് കൊടുക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ, അതായത് 16,425 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പണം കൊണ്ടാണ് ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള പരസ്യങ്ങൾ കൊടുത്ത് സർക്കാരിൻ്റെ മുഖം മിനുക്കുന്നത്. ഈ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് ദേശീയപാത ഓരത്ത് പിണറായി വിജയൻ്റെ മുഖം ഫ്ലെക്സ് അടിച്ചു വെച്ചതിന് 15,63,00,000 രൂപയാണ് പൊതുഖജനാവിൽ ചെലവഴിച്ചത്. പിണറായി വിജയൻ ഒന്ന് ചിരിക്കുന്ന ഫ്ലെക്സ് അടിച്ചു വയ്ക്കുമ്പോൾ 390 പാവപ്പെട്ടവരുടെ വീട് ഇല്ലാതാക്കപ്പെട്ടു. അങ്ങനെ ലക്ഷക്കണക്കിന്, അതായത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി ആവിഷ്കരിക്കുന്നത്, അതിന് ആവാസ് യോജന ഉണ്ടായിരുന്നു, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ കീഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വീട് പണിയുന്ന പദ്ധതി ഉണ്ടായിരുന്നു, ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ലൈഫ് എന്ന് പേരിട്ടുകൊണ്ട് ഓരോ ജീവിതവും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നുള്ള കഥാപ്രസംഗമൊക്കെ പറഞ്ഞു. അവസാനം 6,04,000 അപേക്ഷ വന്നു. അതിൽ നാളിതുവരെ 5 ലക്ഷത്തോളം വീടുകൾ പൂർത്തീകരിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേവലം 4,000 വീട് മാത്രമേ ചെയ്തുള്ളൂ, ഇവർ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾ മറ്റൊരു കള്ളം കൂടി പൊളിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷക്കാലം കൊണ്ട് 4,58,976 വീടുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഇവർ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് പൂർത്തീകരിച്ചതിൻ്റെ കഥ പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2,75,038 വീടുകൾ പൂർത്തീകരിച്ചു എന്ന് KT ജലീൽ എന്ന 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ മന്ത്രിയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിയമസഭാ രേഖകൾ സഹിതം പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് തള്ളി പറയാൻ പറ്റുമോ? അപ്പോൾ CPM ഇപ്പോൾ നടത്തുന്നത് പെരുങ്കള്ളമാണ്. SC/ST വകുപ്പിന്റെ കീഴിലായിട്ട്, SC വകുപ്പിന്റെ കീഴിലായിട്ട് 24,887 വീട്ടും ST വകുപ്പിന്റെ കീഴിലായിട്ട് 17,588 വീടും പൂർത്തിയാക്കി എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അന്നത്തെ പട്ടികജാതി പട്ടികവർഗ മന്ത്രാലയത്തിന്റെ മന്ത്രിയായിരുന്ന AK ബാലനാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, നിയമസഭയുടെ മുമ്പിൽ പറഞ്ഞത്. ഇന്ന് ഇവരത് കള്ളമാണെന്ന് പറയുന്നു. ഇവർ ഒരു തീരുമാനത്തിലെത്തണം. ഇവരുടെ മന്ത്രിമാർ നിയമസഭയിൽ പറഞ്ഞതാണ് കള്ളം. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇവരുടെ സഖാക്കന്മാർ, പിണറായി വിജയൻ തൊട്ട് താഴെ വരെയുള്ള മുഴുവൻ സഖാക്കന്മാർ പറയുന്നതാണ് കള്ളം. ഫിഷറീസ് മന്ത്രാലയത്തിന്റെ കീഴിൽ 40,000 വീടുകൾ പണി പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പദ്ധതികളായിരുന്നു സാഫല്യവും സുരക്ഷ പോലുള്ളത്. അതിന് പ്രകാരം 4,000-ഓളം വീടുകൾ പൂർത്തീകരിച്ചു. അപ്പോൾ ഇവർ പറയുന്ന ആകെ 4,000 വീട് പൂർത്തീകരിച്ചു എന്നുള്ള പെരുങ്കള്ളത്തെ ഞങ്ങൾ പൊളിക്കുന്നത് അങ്ങനെയാണ്. ലോക്കൽ ബോഡികളുടെ കീഴിൽ, പഞ്ചായത്തുകളുടെ കീഴിൽ 71,000-ലധികം വീടുകൾ പൂർത്തീകരിക്കുകയും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും ഒക്കെ ആയിട്ട് 12,815-ഓളം വീടുകൾ പൂർത്തീകരിക്കുന്നു. അതായത് 10 കൊല്ലം മുമ്പ് അതായത് 10 കൊല്ലം മുമ്പ് അധികാരത്തിൽ നിന്നൊഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,58,976 വീടുകൾ പൂർത്തീകരിച്ചു എന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ഇവർ വെറും 5 ലക്ഷം വീടെ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കണക്ക് കൂട്ടാൻ അറിയാവുന്ന ആളുകളുടെ മുമ്പിൽ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ പെട്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് 4,000 വീടിന്റെ പെരും കള്ളം പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവർ ഒരുപാട് നുണകൾ PM ശ്രീയിൽ ഒപ്പിടുന്നതിന്റെ തലേ ദിവസം ചിന്താവാരികയിൽ ലേഖനം എഴുതിയ V ശിവൻകുട്ടി പറഞ്ഞത് ഇത് എന്തോ മോശപ്പെട്ട കാര്യം
കാര്യമാണ്, ഭയങ്കര സംഘപരിവാർ നയമാണെന്ന് ഒപ്പിട്ടതിന് പിറ്റേ ദിവസം ഒപ്പിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ പണ്ട് വിചാരിച്ച പോലെയല്ല, മികച്ച പരിപാടിയാണെന്ന്. ലേബർ കോഡ് ഒളിച്ചു കടത്തിയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പൊതുസമൂഹത്തോട് നിരന്തരം, കമ്മ്യൂണിസ്റ്റുകാരോടും സഖാക്കളോടും വരെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ നയപരിപാടികൾ ഒളിച്ചു കടത്തിയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്. വ്യാജ ഏറ്റുമുട്ടൽ, മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങിയത് പിണറായി വിജയന്റെ കാലത്ത്. കുട്ടികൾ പുസ്തകം വായിച്ചാൽ പോലും UAPA കേസെടുത്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത്. ED റെയ്ഡിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ 40-ലധികം കേസിൽ, ED കേസിലൊക്കെ പ്രതിയായി നിരവധിയായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയിൽപ്പെട്ട് നിരന്തരം അവരുടെ മുമ്പിൽ പോയി ചോദ്യം ചെയ്യാൻ മണിക്കൂറോളം കാത്തിരിക്കുമ്പോൾ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്ത ഒറ്റ കേസിലും പിണറായി വിജയനെതിരെ നടപടി എടുക്കാത്തതിന് കാരണം നരേന്ദ്രമോദിയുടെ നയപരിപാടികൾ ഇവിടെ നടപ്പാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിരന്തരം കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ, രാഹുൽ ഗാന്ധിയൊക്കെ ആക്ഷേപിക്കാൻ നാവ് ഉയർത്തുന്ന പിണറായി വിജയൻ നാളിതുവരെ നരേന്ദ്രമോദി എന്ന് പേര് വിളിച്ച് വിമർശിച്ചിട്ടില്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടാവും, കേന്ദ്ര സർക്കാർ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിളിച്ച് വിമർശിക്കാൻ ഭയമുള്ള മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഇനി ഈ സർക്കാരിന്റെ കാലത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു മിനിറ്റ് കൂടി എനിക്ക് തന്നാൽ മതി. ഈ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിച്ചത് 45 ലക്ഷം രൂപ, 11 കുടുംബത്തിന്റെ പണം. ലൈഫ് മിഷനിൽ 1,04,000-ഓളം കുടുംബങ്ങൾ ഇന്നും അടുത്ത ഗഡു കിട്ടാത്തത് കൊണ്ട് ഇന്ന് പെയ്ത മഴയ്ക്ക് പോലും മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ടാർപോളിംഗ് ഷീറ്റ് വിരിച്ച് കിടക്കുന്ന കാലത്താണ് ഈ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ 11 കുടുംബത്തിന്റെ പണം എടുക്കുന്നത്, തൊഴുത്ത് കെട്ടാൻ 11 കുടുംബത്തിന്റെ പണം എടുക്കുന്നത്, ചാണക കുഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ പണം എടുക്കുന്നത്, ലിഫ്റ്റ് കെട്ടാൻ വേണ്ടിയിട്ട് 6 കുടുംബത്തിന്റെ പണം എടുക്കുന്നത്. കേരളീയം പദ്ധതിക്ക് വേണ്ടിയിട്ട് 37 കോടി രൂപ ചെലവഴിച്ചപ്പോൾ 925 കുടുംബങ്ങളുടെ പണമാണ് ഇല്ലാതാക്കപ്പെട്ടത്. ലോക കേരള സഭയ്ക്ക് 100 കോടി രൂപ ചെലവഴിച്ചപ്പോൾ പിണറായി വിജയൻ ഒരു പാകാവാത്ത കോട്ടിട്ട് അമേരിക്കയിൽ പോകുന്നു, മറ്റു പല ആളുകളും കോട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 100 കോടി രൂപ ചെലവഴിച്ചു. 2500 പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള പണം നഷ്ടപ്പെട്ടു. വികസന സദസ്സ് നടത്തിയപ്പോൾ 750 പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള പണം നഷ്ടപ്പെട്ടു. നവകേരള സദസ്സ് നടത്തിയപ്പോൾ സമാനമായ സാഹചര്യം. കേരളത്തിന്റെ മഞ്ഞ കുറ്റിയിട്ടപ്പോൾ 3000 പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനുള്ള പണം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ഫ്ലെക്സ് അടിച്ചു വെക്കാൻ പോലും 390 പാവപ്പെട്ടവരുടെ കുടുംബം വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ചിരിക്കുമ്പോൾ 390 മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പൊട്ടിക്കരയുന്നുണ്ടെന്നുള്ള വസ്തുത കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പെരുങ്കള്ളം പറയാൻ വേണ്ടിയിട്ട് PR വകുപ്പിനെ മറയാക്കിക്കൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യം നടത്തിക്കൊണ്ട് പെരുങ്കള്ളൻ പിണറായി വിജയൻ തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര വീട് പണിതു എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഗോപൻ തോൽവി സമ്മതിച്ചു. ഇവരുടെ തന്നെ മന്ത്രിമാർ വിവിധ കാലഘട്ടങ്ങളിൽ കേരള നിയമസഭയിലെ MLA-മാരെ സാക്ഷി നിർത്തി നിയമസഭയിൽ വെച്ച രേഖകൾ പ്രകാരം 4,58,976 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളിലായി പണി തീർത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ചെലവഴിച്ച തുകയുടെ വലിപ്പം ചോദിക്കുന്നത്. ഇനി ഞാനത് സമ്മതിക്കുന്നില്ല, ഞാൻ സമ്മതിച്ചു എന്നൊന്നും വാദിക്കല്ലേ. 10 വർഷം കൊണ്ട് ഞാൻ 4000 വീട് സമ്മതിക്കുന്നു. വലുതാണ് 5 വർഷം കൊണ്ട്. ഇടപെടല്ലേ എന്ന് താങ്കളുടെ നരേറ്റീവ് ഞാൻ കേട്ടിരുന്നില്ലേ? ഇനി എന്റെ അഭിപ്രായം ഒന്ന് കേൾക്കൂ. എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്നും പറഞ്ഞ് കയറി സ്റ്റേറ്റ്മെന്റ് നടത്തണ്ട. നിങ്ങൾ ആകെ 5000 താഴെ വീട് നിർമ്മിച്ചിട്ടുള്ളൂ. അതാണ് എന്റെ വാദം. ജിൻഡോ പറയൂ. ശ്രീ PK ഗോപൻ ചർച്ച തുടങ്ങി പകുതിയല്ല അത് കേരളത്തിലുള്ളത് തന്നെയല്ലേ? കനകോല് കൊണ്ട് തന്ന കണക്കല്ലല്ലോ. 4000 വീടെന്ന് പറഞ്ഞത് കനകോല് കൊണ്ട് തന്ന കണക്കല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതാ കിണർകോല് തന്ന കണക്കായിരിക്കും 4000. കൈവച്ചാൽ മതി. ഈ AKG സെന്ററിലെ ക്യാപ്സ്യൂൾ നിർമ്മാണ കമ്പനിയിൽ നിന്ന് പടച്ചു കൊടുക്കുന്ന കള്ളം ഇങ്ങനെ വിളിച്ചു പറയാനൊരു അല്പമെങ്കിലും നാണം വേണം. 4000 വീടെന്നുള്ള കണക്കിൽ ഇപ്പോഴും തൂങ്ങുന്ന CPM-ന്റെ പ്രതിനിധിയോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ മനോരമയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട്. പിണറായി വിജയൻ 10 കൊല്ലം കൊണ്ട് പണിതുയർത്തിയ 5 ലക്ഷം വീടിനേക്കാൾ വലിപ്പമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് പണിതെടുത്ത 4,58,976 വീടുകൾ. ഇനി അന്ന് പണിത വീടുകളുടെ പണം എത്രയായിരുന്നു എന്നുള്ളതാ ചോദ്യം. ഞാൻ പറയാം ഗോപ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ 1 കിലോ അരിയുടെ വില 23 രൂപ. ഇന്ന് 1 കിലോ അരിയുടെ വില 60-നേക്കാൾ കൂടുതൽ. എല്ലാ മേഖലയിലും നിർമ്മാണ സാമഗ്രികളുടെ വില കൂടി, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, കൂലിച്ചെലവ് കൂടി, എല്ലാ രീതിയിലും വില കൂടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാന കേരളം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് 9.5%. ആ സംസ്ഥാനത്ത് നിങ്ങൾ 4 ലക്ഷം രൂപ വെച്ചൊരു വീടിന് കൊടുക്കുന്നതിന് കേമമാണെന്ന് പറയല്ലേ? നിങ്ങൾ കൊടുത്ത തുകയുടെ വലിപ്പം കൂട്ടല്ലേ? എത്ര വീട് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എത്ര വീട്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അപ്പൊ എത്ര വീട് പൂർത്തീകരിക്കപ്പെട്ടു, എത്ര കുടുംബത്തിന് ആശ്വാസമായി, അതാണ് ഡിബേറ്റ്. അന്ന് എത്ര രൂപയായിരുന്നു വെച്ചാൽ EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് വീട് വല്ലതും പണിതിട്ടുണ്ടോ? അന്ന് എത്ര രൂപ ചെലവഴിച്ചു? നയനാരുടെ കാലത്ത് വീടിന് കൊടുത്ത പണമാണോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തത്?
VS-ന്റെ കാലത്ത് കൊടുത്ത പണമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തത്. അങ്ങനെയുള്ള നരേറ്റീവ് പറയല്ലേ, അതൊരു വക തട്ടിപ്പ് പരിപാടിയാണ്. വിലക്കയറ്റ തോത്, ഈ നാട്ടിലെ ജീവിത നിലവാരം, അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഓരോ കാലത്തും തുകയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എത്ര വീടുകൾ പൂർത്തീകരിച്ചു എന്നുള്ള ഡിബേറ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞത് പച്ച നുണയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ ഗോപന്റെ എന്റെ സംസാരം കേട്ടാൽ മാത്രം മതി. ശരി.